വെറും ഒരു ദിവസം കൊണ്ട് നമുക്ക് കുടജാദ്രി മൂകാംബിക പോയി വന്നാലോ? എല്ലാ ദിവസവും രാത്രി കോഴിക്കോട് നിന്ന് കൊല്ലൂരിലേക്ക് KSRTC ബസ് സർവീസ് അവൈലബിൾ ആണ്. രാത്രി 8:20-നും 11 മണിക്കുമാണ് കേട്ടോ ബസ്സിന്റെ ടൈമിംഗ്. 611 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. 8:20-ന് വരേണ്ട ബസ് 11:30-ക്കാണ് എത്തിയെങ്കിലും ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും കൊല്ലൂരിലെത്തി. ബസ് ഇറങ്ങി നേരെ തൊട്ടു മുമ്പിലുള്ള കർണാടക ഗവൺമെന്റ് ലളിതാംബിക ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്തു. മൂകാംബിക സ്റ്റേ ചെയ്യാനുള്ള ഏറ്റവും ചീപ്പായ ഓപ്ഷനാണിത്. 300 രൂപയാണ് ഇവിടെ ഡബിൾ റൂമിന്റെ റേറ്റ്. ഓൺലൈനായി കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ.com എന്ന സൈറ്റിൽ കയറി വേണം റൂം ബുക്ക് ചെയ്യാൻ. അങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം നേരെ പോയി നമ്മുടെ വിനീതേട്ടൻ പറഞ്ഞതുപോലെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിനാണ്. ഒരു 1.5 അഡ്വഞ്ചർ ട്രിപ്പ്. മൂകാംബിക ക്ഷേത്രത്തിനടുത്തായി കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ കാണാം. ഇതിനടുത്തായി കുറെ ജീപ്പുകൾ ഇങ്ങനെ നിരനിരയെ നിർത്തിയിട്ടിരിക്കുന്നതാണ്. കുടജാദ്രി പോകാനുള്ള ജീപ്പുകളാണവ. കുടജാദ്രി പോകാനായി ഒരു ഫിക്സഡ് റേറ്റ് ആണ്. 8 പേരടങ്ങുന്ന ഒരു സംഘത്തിന് വരുന്നത് 3760 രൂപയാണ്. പെർ ഹെഡ് 470 രൂപ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷെയറിങ്ങിന് മറ്റ് ഗ്രൂപ്പുകളെ കിട്ടാറാണ് പതിവ്. അങ്ങനെ 8 പേരായപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. NH 766 യാത്ര. ഇത് ബാംഗ്ലൂർ പോകുന്ന റൂട്ടാട്ടോ. ഇതിലൂടെ ഏകദേശം 30 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിയുമ്പോൾ കുടജാദ്രിക്ക് പോകാനായി ഒരു ടേൺ എത്തും. അവിടെ നിന്ന് കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റ് കാണാം. അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു വേണം മുകളിലേക്ക് കയറാൻ. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാലാട്ടോ റിയൽ അഡ്വഞ്ചർ തുടങ്ങുന്ന ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡ്. ഏകദേശം 7 കിലോമീറ്ററോളാണ് ഇതിന്റെ ദൂരം. മുമ്പിലിരുന്നുകൊണ്ട് തന്നെ അത്ര കുലുക്കൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന ജീപ്പ് അത്. അങ്ങനെ വലിയ കുഴികളും ചെളിയും ചെറിയ 1-2 തോടുകളൊക്കെ കടന്ന് മുകളിലെത്തി. നല്ല കോടയും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. കർണാടകയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 13ാമത്തെ പീക്കാട്ടോ കുടജാദ്രി. കയറിപ്പോകുന്ന വഴിക്ക് കുറെ അമ്പലങ്ങൾ ഇങ്ങനെ കാണാം. പണ്ട് മൂകാസുരനെ വധിച്ച് പാർവതി ദേവി മൂകാംബികയായത് ഇവിടെ വെച്ചാണ്. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം കുടജാദ്രി പീക്കിലെത്താൻ. ശരിക്കും ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ മൂഡൊക്കെ കംപ്ലീറ്റ്ലി മാറി. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം ഇങ്ങനെയുള്ള ട്രെക്കിങ്ങിനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. മനസ്സിന്റെ പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഇറക്കി വെച്ച് കുറച്ചു നേരം ഇങ്ങനെ നടക്കാം. മഴയും കോടയും ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ആ സ്ഥലത്തിന്. ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോഴുള്ള കിളികളുടെ ശബ്ദവും മഴയും ഒക്കെയായി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല്. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം മഹർഷിമാരൊക്കെ ഇവിടെ വന്ന് തപസ് ചെയ്തിരുന്നത്. അങ്ങനെ നടന്ന് ലാസ്റ്റ് പോയിന്റായ സർവജ്ഞ പീഠത്തിലെത്തി. ശങ്കരാചാര്യർ പണ്ട് തപസ് ചെയ്ത് ഈശ്വരനെ കണ്ടെത്തിയ സ്ഥലം. ഈശ്വരനും താനും ഒന്നാണെന്നും ഈശ്വരൻ കുടികൊള്ളുന്നത് തന്റെ ഉള്ളിലാണെന്നും തിരിച്ചറിഞ്ഞ സ്ഥലം. അങ്ങനെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് വൈകിട്ട് അമ്പലത്തിൽ കയറി ദേവിയെയും തൊഴുത് അന്ന് തന്നെ മടങ്ങുന്നവർക്ക് മടങ്ങാവുന്നതാണ്. രാത്രി 8 മണിക്കും 10:10-നുമാണ് കോഴിക്കോടേക്ക് ബസ് സർവീസ് ഉള്ളത്. വയനാട്ടിലേക്ക് പോകേണ്ടവർക്ക് രാത്രി 9 മണിക്ക് ഒരു ബസ് അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് ലളിതാംബിക ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ബസ്സുകളെല്ലാം നിർത്തിയിടാറ്.